ഗവർണറുടെ സുരക്ഷയ്ക്ക് ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം റദ്ദാക്കിയതിൽ രാജ്ഭവൻ അതൃപ്തി എന്നൊരു വാർത്ത വരുന്നു. സർക്കാരിനെ അതൃപ്തി അറിയിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, അതിലെ നിയമന ഉത്തരവിറങ്ങിയും ഏതാനും മണിക്കൂറുകളാവും ഒരു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ അത് റദ്ദാക്കുന്ന ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണോ അത് എന്നറിയില്ല. എന്തായാലും അതിൽ രാജ്ഭവൻ അതൃപ്തി ഉണ്ട് അല്ലേ ഉമേഷ്? ഇത് സാങ്കേതിക നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഗവർണറാകട്ടെ, മറ്റ് പ്രതിപക്ഷ നേതാക്കളാകട്ടെ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരാകട്ടെ, അവർ ആവശ്യപ്പെടുന്ന ഗവൺമെന്റ്മാരെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ എല്ലാം സാധാരണഗതിയിൽ നിയമിച്ചു കൊടുക്കാറുണ്ട്. അതേ രീതിയിൽ രാജ്ഭവനിൽ എല്ലാ വർഷം കൂടുന്തോറും അവരുടെ സുരക്ഷാ ജീവനക്കാരെ മാറ്റാറുമുണ്ട്. ആ രീതിയിൽ മാറ്റുമ്പോൾ തന്നെ രാജ്ഭവൻ ആവശ്യപ്പെടുന്ന സുരക്ഷാ ജീവനക്കാരെ തന്നെയാണ് വീണ്ടും സർക്കാർ നിയോഗിച്ചു കൊടുക്കാറുള്ളത്. ആ രീതി ഒരു കീഴ്വഴക്കമായി തുടർന്നു പോകുന്നതാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇനി അറിയേണ്ടത്. അത്തരമൊരു സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ 6 പേര്, അതായത് 6 പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരു പോലീസ് ഡ്രൈവറെയുമാണ് ആദ്യം നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ഉത്തരവിറക്കി മണിക്കൂറുകൾക്ക് തന്നെ ആ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. സാങ്കേതിക നടപടിക്രമമാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ആ സാങ്കേതിക നടപടിക്രമം എന്താണ് എന്ന് രാജ്ഭവനെ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം വരുമോ, രാജ്ഭവൻ കൊടുത്ത ലിസ്റ്റിന് പകരമായി മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ നിയമിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് രാജ്ഭവൻ ഇപ്പോൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് രാജ്ഭവന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് രാജ്ഭവൻ വീക്ഷിക്കുകയാണ്. എന്നാലും കടുത്ത അതൃപ്തിയിലാണ് രാജ്ഭവൻ ഇപ്പോൾ. ആഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണൻ, RSSന്റെ ആ പ്രതീകാത്മക ചിത്രം അത് രാജ്ഭവനിൽ ഇരിക്കുന്നത്. അതിനുശേഷം കേരള സർവകലാശാല മറ്റേ ആ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ അത് പിന്നെയും വരുന്നത്. അവിടെയുണ്ടായ ഏറ്റുമുട്ടൽ, അതിനെ തുടർന്ന് സർക്കാർ ഗവർണർ കത്തിടപാടുകൾ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫേസ് ഓഫ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണോ ഈ റദ്ദാക്കൽ? അതല്ല അതോ കേവലം സാങ്കേതിക നടപടി മാത്രമാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരട്ടെ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.